സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു നോൺ വെജ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റാബിറ്റ് വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ റാബിറ്റ് റോസ്റ്റ് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ കുറവാണ് ഈ ഒരു മീറ്റിൽ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു മീറ്റാണ് റാബിറ്റ് മീറ്റ്. അപ്പോൾ നമുക്ക് മുയലിറച്ചി വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1/200 മുയലിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/3 കപ്പ് തൈരാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുയലിറച്ചി ചേർക്കാം. വൈറ്റ് മീറ്റിൽ ഉൾപ്പെടുന്നതാണ് ഈ റാബിറ്റ് മീറ്റ്. പ്രോട്ടീൻ്റെ അളവും അയൺ കണ്ടൻറ്റും ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ B12 ധാരാളം ഈ മീറ്റിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് തൈരും ഉപ്പും കൂടി ചേർത്ത മിശ്രിതത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം വെക്കണം. എന്നിട്ടത് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. എങ്കിൽ മാത്രമാണ് മുയലിറച്ചി നല്ലതായി ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. ഇതിലത്തെ രോമമൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൈരിലൊന്ന് കഴുകിയെടുക്കുന്നത്. അങ്ങനെ ഇത് തൈരിലെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എല്ലാം ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പീസ് പട്ട, ഒരു 3 ഏലക്കായ, ഒരു 4 ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ലോ ഫ്ലെയിമിലാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. നന്നായി റോസ്റ്റ് ആവുന്നവരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ജീരകം ഒക്കെ ഒന്ന് പൊട്ടി വരുന്നത് കാണാം. ആ സമയം വരെയാണ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് ചേർക്കാം. എപ്പോഴും ഇതുപോലത്തെ മസാലയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുമ്പ് ചീഞ്ചട്ടിയിലോ അതല്ലെങ്കിൽ അടികട്ടിയിലുള്ള പാത്രത്തിലോ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. എങ്കിൽ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടുന്നതാണ്. അങ്ങനത്തെ മസാലയൊക്കെ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ജീരകമൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിപ്പോൾ സാധാ മുളക് ചേർക്കുന്നില്ല. കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എരിവാണ് ഈ ഒരു മുയൽ റോസ്റ്റിനുള്ളത്. ഇനി നമുക്ക് ഈ മുളകും ചേർത്ത് നന്നായി ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളകും ഒരുവിധം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഈ ഒരു ചൂടിൽ തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോൾ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനത്തെ മസാലയെല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ ഒരു മുയൽ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഉരുളിയൊക്കെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. അങ്ങനത്തെ ഉരുളിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കടുകാണ്. 1 ടീസ്പൂൺ കടുക് നമുക്കിതിലേക്ക് ചേർക്കാം. അങ്ങനത്തെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. എൻ്റെ കയ്യിൽ 2 വലിയ സവാളയാണ് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനൊരു 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ മുഴുവനോടെയാണ് ചേർക്കുന്നത്. ഒരു 10-12 കൊച്ചുള്ളിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്.
ഇനി നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളകാണ് ചേർക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഇപ്പോൾ 2 വലിയ തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഈ മസാലയൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് തക്കാളിയൊക്കെ ചേർത്ത ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റാബിറ്റ് ചേർക്കാം. അതിനകത്ത് തൈരിലൊക്കെ ഇട്ട ശേഷം പിന്നെ 3-4 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. കൊളസ്ട്രോൾ ഫ്രീ ആണ് ഈ റാബിറ്റ് മീറ്റിന്. കൂടാതെ കാൽസ്യം, പൊട്ടാസ്യം, സെലീനിയം, വൈറ്റമിൻ B3, B12 എന്നിവയും ഈ റാബിറ്റ് മീറ്റിൽ അടങ്ങിയിട്ടുള്ളതാണ്. കൂടാതെ ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ അളവും ഈ റാബിറ്റ് മീറ്റിലാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. അപ്പോഴേക്കും എന്താ മീറ്റിൽ നിന്നെല്ലാം വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിനി അരപ്പ് ചേർക്കേണ്ടത്. അതിനകത്ത് അരപ്പൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീറ്റിലേക്ക് ചേർക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനകത്ത് അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. റാബിറ്റിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്താൽ മതി. മുയലിറച്ചി കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഗ്രേവി വല്ലാതെ വറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇപ്പോൾ റോസ്റ്റ് ആയിട്ടാണ് വറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. അതിനകത്ത് മിക്സിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി വറ്റി വരുന്നവരെയാണ് ഇനി നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അതിനകത്ത് അരപ്പൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് റാബിറ്റ് മീറ്റ്. അങ്ങനെ നമ്മുടെ റാബിറ്റ് റോസ്റ്റൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്ന് നോക്കിയ ശേഷം ചേർത്താൽ മതി. കാരണം 1/2 കപ്പ് കൂടുതലായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റാബിറ്റ് റോസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.